പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവിച്ചിറയിലാണ്. അപ്പോൾ ഇരവിച്ചിറ എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിസ് നഴ്സറി സ്കൂളാണ്. നിങ്ങൾക്ക് കാണാം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇരവിച്ചിറയിലെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഒരു വലിയ താരങ്ങളാണ് ഇന്ന്. കാരണം ഈ വഴി അതുപോലെ പൈപ്പ് ലൈന് വേണ്ടി വെട്ടിപ്പൊട്ടിച്ചാണ്. ഇവിടെ പൊടിശല്യം കാരണം ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാനായിട്ട് ഈ കുട്ടികളെല്ലാം കൂടെ കളക്ടർക്ക് പരാതി കൊടുത്തു. അപ്പോൾ ഇന്നലെ കളക്ടർ വന്ന് ഇപ്പോൾ ഈ വഴി 25-ാം തീയതിക്കുള്ളിൽ ഈ വഴി തീർത്ത് കൊടുക്കണമെന്നും പറഞ്ഞ് ഒക്കെ ധാരണയായി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇത് ഇരവിച്ചിറയാണ്. ഇരവിച്ചിറയെന്ന് കണ്ട്രാമറ്റൻ റോഡെന്ന് പറഞ്ഞ ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നതാണ്. ഈ റോഡിന് സമീപത്തായിട്ടാണ് ഇരവിച്ചിറ സെൻറ്റ് മേരീസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിക്ക് തൊട്ട് സമീപം തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസ് നഴ്സറി സ്കൂളെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. 10-55 കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പം 2-3 ദിവസമായിട്ട് പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും. കുട്ടികൾ പരാതി കൊടുത്തിട്ട്, റോഡിലെ പൊടിശല്യം മൂലം പരാതി കൊടുത്തിട്ട് കളക്ടർ ഇടപെടുകയും കളക്ടർ ഇന്നലെ ഇവിടെ വരികയും ചെയ്തു. വന്നിട്ട് ഉടനടി 25-ാം തീയതിക്കുള്ളിൽ ഈ വഴി നന്നാക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ മറ്റു പഞ്ചായത്ത് അധികാരിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് സമീപത്തെ റോഡിനോട് ചേർന്നിരിക്കുന്ന ഇതാണ് സ്കൂള്, നഴ്സറി സ്കൂളാണ്. അവിടെ ഞാൻ വന്നപ്പോഴത്തേന് അവിടെ ഒരു മഠത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെ 55 കുട്ടികളുണ്ട്. അതുപോലെ അവിടെ ടീച്ചർമാരുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളുടെയും ടീച്ചർമാരുടെയും വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ കാരണം ഇതിൻ്റെ പെർമിഷൻ ചോദിച്ചായിരുന്നു കയറി വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം കുട്ടികളുടെ ഫോട്ടോ ഇപ്പം നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കളൊക്കെ പരാതി പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ വിവരങ്ങളെല്ലാം തിരക്കിയായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ 55 കുട്ടികളുണ്ടെങ്കിലും ഇതുണ്ട്, നിങ്ങൾക്ക് കാണാൻ വഴിയിൽ പൊടിശല്യം എന്ന് പറഞ്ഞത് ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത് പോയതാണ്. അതിനുശേഷം മണ്ണിട്ട് നികത്തി. മണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ മുഴുവൻ മണ്ണ്, ഈ വണ്ടി പോകാൻ കുറച്ചിടെ ഉള്ളായിരുന്നു, ബാക്കി മുഴുവൻ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പണിത സമയത്ത് നാട്ടുകാരൊക്കെ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവരൊന്നും മാറ്റുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം ഈ കുട്ടികൾ ഭയങ്കര അതിരൂക്ഷമായ പൊടിശല്യം കാരണം ഒരു ടീച്ചർ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഈ പൊടി അടിച്ചിട്ടാണ് ടീച്ചർക്ക് അസുഖമായത്. അതുപോലെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ വരുന്നില്ലായിരുന്നു, കാരണം സ്കൂളിന് അവധി കൊടുത്തിരിക്കുകയാണ്. കാരണം പൊടിശല്യം കാരണം കുട്ടികൾക്കും എല്ലാം അസുഖങ്ങളായി. കണ്ടോ, നിങ്ങൾക്കിവിടെ കാണാം, ഈ സൈഡിലെല്ലാം പൊടി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. അതുപോലത്തെ പൊടിശല്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ കളക്ടർക്ക് പരാതി കൊടുത്തത്. അതുപോലെ തന്നെ അതിനിടെ റോഡിൽ പൊടി നിറഞ്ഞ് നഴ്സറിക്ക് അവധി കൊടുക്കേണ്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. അതോടൊപ്പം തന്നെ വാകത്താനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും വിഷയത്തിൽ അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ KV മനോജ്കുമാർ നിർദ്ദേശിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കളക്ടർ ഇതിനകത്ത് ഇടപെടുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഇന്ന് രാവിലെ ആണ് കയറ്റിക്കൊണ്ട് പോയത്. അതുപോലെ ഇവിടെ മണ്ണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആ മണ്ണ് മുഴുവൻ ഇന്ന് നീക്കം ചെയ്തു. അത് അന്നേരം പൊടിശല്യം മൂലം അത് കുറച്ചേ മണ്ണ് എടുത്തുള്ളൂ. ബാക്കി അവർ വന്ന് പിന്നീട് ലെവൽ ചെയ്തോളാന്ന് പറഞ്ഞു. സ്കൂളിൽ കുട്ടികളുള്ള സമയത്ത് ഭയങ്കര മണ്ണെടുക്കുമ്പോൾ അതുപോലെ പൊടിശല്യമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുമിഞ്ഞു കൂടി കിടക്കുന്ന മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു സ്കൂളിൻ്റെ വാതിക്കൽ. അപ്പോൾ 25-ാം തീയതിക്കുള്ളിൽ ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നല്ല റെഡിയാക്കി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന കളക്ടർ. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ചാനലിലെ വാർത്തകൾ കാണുന്ന 2 പേര് ഇവിടെ തൊട്ട് സമീപത്തുള്ളൊരു കട നടത്തുന്ന ആളുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയപ്പോഴും എന്നോട് സംസാരിച്ചായിരുന്നു. അദ്ദേഹം അവിടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് എൻ്റെ അരികെ വന്നായിരുന്നു. അതുപോലെ തന്നെ വാകത്താനത്ത് കട നടത്തുന്ന ഒരാളും എൻ്റെ അരികെ വന്നായിരുന്നു. അപ്പോൾ 2 പേരും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എൻ്റെ അരികെ വന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങളും കൂടെ കേൾക്കാം. അച്ഛനാ മുൻകൈ എടുത്തിരിക്കുന്നത് അല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. ഇത് അങ്ങോട്ട് എവിടം വരെ ഉണ്ട് പൊട്ടിച്ചിരിക്കുന്നത്? ആ വഴി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കോൺക്രീറ്റ് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു 40 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പൈപ്പ് ഇട്ടത്. പിന്നെ പൊട്ടിക്കണ്ടല്ലോ. ശരി, അതിന് വേണ്ടി ഇട്ടതാണ്. പക്ഷെ അത് ഇന്ന് രാവിലെ മണ്ണ് മാറ്റിയെന്ന് പറഞ്ഞു. ബാക്കി ഇനിയും പിള്ളേർ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പിള്ളേർ ഇപ്പം പഠിക്കുന്നുള്ളതുകൊണ്ടേ ഉള്ളതുകൊണ്ടാണ്. അതെ അതെ. എല്ലാ വഴി ഇതുപോലെ വെട്ടിപ്പൊട്ടിച്ചിരിക്കാം. വാകത്താനത്തും പുതുപ്പള്ളിയും എല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കാം. എല്ലാം അച്ഛനെ കാണണേ. അന്നേരം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അന്നേരം ഈ ഇവിടുത്തെ സ്കൂളിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ടെ. പഞ്ചായത്തിന് ശ്രദ്ധപ്പെടുത്തി എന്നിട്ടൊന്നും യാതൊരു നടപടിയൊന്നും ഇല്ല.
അപ്പം നിങ്ങൾ നാട്ടുകാർ കൂടി മീറ്റിംഗ് ആയിട്ടാണ് നടത്തിയത്? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പാരിഷ് കൗൺസിലിൽ ഇത് നമ്മളിവിടുത്തെ യൂത്ത് എൻ്റെ മോള് യുവദീപ്തിയുടെ ഇവിടുത്തെ പ്രസിഡന്റാണ്. അപ്പം അവർ യുവദീപ്തിയുടെ പ്രസിഡന്റ് ഇവർ പിള്ളേർക്കൊരു ഇത് തോന്നി, ഇത് നമുക്കൊരു പരാതിയായിട്ട് അവരുടെ ഒരു ഐഡിയ ആണ്. അവർ യൂത്താണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സപ്പോർട്ട് ചെയ്തു. കാരണം അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. എന്നോടിപ്പം പറഞ്ഞു ഇത്ര അതുപോലെ പൊക്കത്തിൽ മണ്ണ് കിടക്കുകയായിരുന്നു. ഇതിപ്പം കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇത് ഏകദേശം ഇപ്പം കളക്ട് വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഏകദേശം ഒരു 2 അടി പൊക്കത്തിൽ മൊത്തം മണ്ണ് കിടക്കുകയാണ്. ഇത് വരുന്നു. ഇപ്പം തന്നെ ഇവിടുത്തെ ഇത് കണ്ടില്ല, പിന്നെ പൊടി കണ്ടില്ലേ, സ്കൂളിലോട്ടെല്ലാം അടിച്ച് കയറി. സ്കൂളിലേക്ക് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ആദ്യം കളക്ടർ തന്നെയാണ് പരാതി കൊടുത്തത്? ഇത് നമ്മൾ ഇവിടുന്ന് യൂത്തിന്റെ ഒരു ഞങ്ങൾ അവിടെ വാഴ വെച്ചൊരു സമരം ചെയ്തായിരുന്നു വഴിയിലോ. വാഴ വെച്ച്, അതായത് ഇവിടുന്ന് കൺട്രാമറ്റ് അത് ശരിക്കും ഡിസംബർ ഞങ്ങളുടെ പെരുന്നാളിന് മുമ്പ് ഞങ്ങൾ ആ വഴി തടഞ്ഞു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അതായത് അന്ന് ഇവിടെയും അതായത് പെരുന്നാളിന് തൊട്ട് മുമ്പ് ഇവര് വെട്ടിപ്പൊളിച്ചു. അങ്ങനെ പൊളിച്ചിട്ട് ഇതുവരെയായിട്ട് ഇതുകൊണ്ട് സമൂഹത്തിനോ നാടിനോ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇത് മുഴുവൻ കുത്തിപ്പൊട്ടിച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ വഴി നശിക്കുക. അപ്പോൾ അന്ന് പെരുന്നാളിന് പ്രദക്ഷിണം വരുമ്പോഴത്തേനും അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുമ്പോൾ ഞാൻ തന്നെ എന്നോട് അന്നേരം ജോഷിബിൽ എന്നെ ആൾ വിളിച്ച് പറയുമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഞങ്ങളിവിടെ വഴി തടഞ്ഞു, പണി ഒന്ന് ചെയ്യേണ്ടതും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിച്ചായിരുന്നു. അതിനുശേഷം ആ ചെയ്തതും പണി ചെയ്തിട്ടില്ല. ഡിസംബറിന് മുമ്പ് കുത്തിപ്പൊട്ടിച്ചതാണ് അങ്ങോട്ട് കിടക്കുന്നത്. ഏകദേശം ഒരു നവംബറിലാണ് അങ്ങോട്ടുള്ള ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും അങ്ങോട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് അത് അവിടെ ഭയങ്കര റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങ് വളരെ മോശമായിട്ട്. അവസാനം ഞങ്ങൾ പുറത്തു വന്ന് ഈ ഇതിറക്കി ഗ്രാമം 2 മക്കിറക്കി. അതിനേക്കാളും അത് ഒരാൾ ഫ്രീ ആയിട്ട് തന്നാ അങ്ങനെ ചെയ്തു. പക്ഷെ നമ്മൾ ചെയ്തിട്ടും അതിന് നമുക്ക് യാതൊരുവിധ അത് ചെയ്തു. അത്യാവശ്യം അന്നേരം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് നമ്മളത് ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ വീണ്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഒരു ഇതിൽ നിന്നും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ചെയ്യൂന്ന് പറയുന്നുണ്ട്. മെമ്പർക്കും അറിയത്തില്ല, പ്രസിഡന്റിനും അറിയത്തില്ല. ഇത് പുതുപ്പള്ളി പോലെ തന്നെ, പുതുപ്പള്ളി ഇതുപോലെ തന്നെ കിടക്കുക. പുതുപ്പള്ളിയിലും വഴിയെല്ലാം വെട്ടിപ്പൊളിച്ച് ജലജീവന്റെ ഇതിനു വേണ്ടി പുതുപ്പള്ളി ഭാഗത്താണ് ഇത്ര നശിച്ച് കിടക്കുന്നത്. ഇതിപ്പോ ഇവിടെ എല്ലായിടത്തും ഒരിടത്തില്ല, എല്ലാ റോഡുകളും അതീവ ഒരു ഇതിൽ തന്നെയാണ്. വളരെ മോശമാണ്. ഏതായാലും പരാതി ഫലിച്ചു അല്ലേ? പരാതി ഫലിച്ചു. കളക്ടർ വന്ന് അവര് 850 പേര് ഒപ്പിട്ട് കൊടുത്തായിരുന്നു. ഞങ്ങള് 850 പേരോളം ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ പള്ളി വന്ന് എല്ലാവരെയും ഒപ്പിടിപ്പിച്ചു. പിന്നെ ഇവിടുത്തെ യൂത്ത് നല്ല രീതിയിൽ അവരുടെ ഒരു നല്ല അവരെല്ലാവരും വീടുകളിലൊക്കെ കയറി ഇറങ്ങി അത്യാവശ്യം ഇത് ചെയ്തു. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ വഴിയാണ് ഏറ്റവും മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ. ഇതുപോലെ പൊടിശല്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പം കടയുടെ കാര്യം പറഞ്ഞു. കടയിൽ ഇപ്പം മുഴുവൻ പൊടി അടിച്ച് കയറി ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾ ഇതിലൂടെ നടന്നു പിന്നെ അവിടെ ഇപ്പം പിള്ളേർക്കെല്ലാം ഞാനിപ്പം മിക്കവാറും എങ്ങനെ അറിയാം, ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടുന്നാണ് ഇവരെ ഒന്നിച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ വണ്ടി നിർത്തി അങ്ങിട്ടു. എന്നാന്നറിയോ, നമ്മൾ വണ്ടി ഓടിച്ചാൽ ഈ വണ്ടിയിൽ നിന്നുണ്ടാകുന്ന പൊടി മൂലം പിന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഈ പിള്ളേരെ കടത്തി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീച്ചർ പോലെ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞു. പൊടി കാരണം ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ പിള്ളേർ സ്കൂളിൽ പോലും വരുന്നില്ലെന്ന് പറഞ്ഞു. നമ്മളൊരു ദിവസം ഒരു 10 പ്രാവശ്യം ഇതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതല്ലേ. പക്ഷെ നമുക്ക് കുട്ടികൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഞങ്ങൾ അന്നേരം വണ്ടി നമ്മൾ നിർത്തിയിട്ട് അവര് കടന്നു പോകാൻ വേണ്ടി ഇച്ചിരിയല്ല കുഞ്ഞു പിള്ളേരല്ലേ. കുഞ്ഞു കളക്ടർ വന്നതിന്റെ കൊണ്ടാണെന്ന് പറയും. ഇന്ന് രാവിലെ വന്ന് മണ്ണെടുത്തു. കളക്ടർ വന്ന് ഏകദേശം എനിക്ക് 15 വന്നു. അല്ല അതുകൊണ്ടാണ് ഇന്ന് ഈ മണ്ണെടുത്തെന്ന് പറഞ്ഞു. അത്രയും വെട്ടി മാറ്റിയപ്പോ കുറച്ചൊരാശ്വാസമായി. അത് പോരാ, ഇത് പൊടി എപ്പോഴും ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഇങ്ങനെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കട്ട് ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത് റോഡ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മണ്ണെടുത്ത് മാറ്റിയോണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെവലായി. ഇതുവരെയും വഴിക്ക് ലെവലല്ലായിരുന്നു, വഴി ലെവലായി. പക്ഷെ ആ വഴി ലെവൽ കൊണ്ടായിട്ടില്ല. ഇത് പൊടി ഇപ്പോഴും ഇനിയും ഉണ്ടാവും. ഇപ്പൊ ഈ ഇത്രയും ഇതാണ് വേനലാണ്. അപ്പം ഇനിയും കൂടുതൽ പിന്നെ പൊടി വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയല്ല ഇതിന്റെ ടാങ്കിന്റെ പണി ഒന്നും ആയിട്ടില്ല. ഇനി എത്ര നാൾ ഇത് കിടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതും എല്ലാ വീടുകളിൽ നിന്നും 500 രൂപ വെച്ച് പിരിച്ച് ചെയ്തിരിക്കുന്ന സംഭവം. അത് ശരിയാണ്. ഇത് പിരിച്ച് സ്ഥലം മേടിച്ചു. ഇപ്പം ഇത്രയൊക്കെ ആയിട്ട് ഇതുവരെയും ടാങ്കിന്റെ ഒരു പണിയായിട്ടില്ല, യാതൊരു പ്രോസസ്സും വന്നിട്ടില്ല.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടു, ജെറുസലേം മൗണ്ടിൽ പണിയുന്ന ഒരു ടാങ്കിൻ്റെ ഇട്ടു. ജെറുസലേം മൗണ്ടിൽ പണിയുന്ന ഒരു ടാങ്കിൻ്റെ, അതല്ല നമുക്ക് പിന്നെ മെയിൻ ടാങ്ക് ഇതാണ്. ഇതിന് അവിടെ ഇത് വരേണ്ടത് മീനച്ചിൽ നിന്നാണ് ഇത് വരെയായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഏതാണ്ട് മണർകാടുമല്ല തിരുവഞ്ചൂര് വരെ എങ്ങാണ്ട് ആകെ പൈപ്പ് ലൈൻ ഉള്ളൂ. ഇപ്പം പുതുപ്പള്ളിയിൽ ഞാൻ പറയായിരുന്നു, പുതുപ്പള്ളി ഒരു ടാങ്കിനെ ഞാൻ എടുത്തിട്ട് വന്ന, അപ്പോൾ അത് 3ാമത്തെ ടാങ്ക്. പുതുപ്പള്ളിയുടെ 3 ടാങ്കും പണി തീർന്നു. പക്ഷെ ഈ പദ്ധതി വന്നപ്പോഴേ ഇവർ ആദ്യം ചെയ്തത് വഴി അങ്ങ് വെട്ടിപ്പൊട്ടിച്ചു. അതാ പറ്റിപ്പൊട്ടിച്ചു. എന്നാൽ ഈ 3 ടാങ്ക് പണിതതിന് ശേഷം വഴി പൊട്ടിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനൊരു 10-16 രാജ്യത്ത് ജോലി വെച്ച് വന്ന വ്യക്തിയാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘവീക്ഷണമുണ്ട്. 100 വർഷക്കാലം ഞാൻ സൗദി അറേബ്യയിലെ 94 തൊട്ട് ഞാൻ സൗദി അറേബ്യയിലാണ്. അവിടെയൊക്കെ ഒരു ദീർഘവീക്ഷണമുണ്ട്. 100 വർഷത്തെ പ്രൊജക്റ്റാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. റോഡിനടിയിൽ ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ. ഒരു പ്രാവശ്യം ചെയ്ത് ഓരോ ഇടയ്ക്കൂടെ ഇത് വെക്കും, മാൻഹോൾ ചേമ്പർ ഉണ്ടാക്കി അവിടെ ഒരു എക്സോസ്റ്റും വെക്കും. അപ്പം ഇതിനകത്തൂടെ എയർ സർക്കുലേഷനും ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഞാനവിടെ STC സൗദി ടെലികോം കോർപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് കിട്ടുന്നതിനാണെന്നറിയോ, ഞങ്ങൾക്ക് ഇതിന്റെ അകത്തൂടെ ഒരു റോഡിന് പോലും ആർക്കും ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ഇതിന്റെ അകത്തൂടെ ഇറങ്ങി വർക്ക് ചെയ്യാം. ഞങ്ങൾക്ക് അതിന്റെ അകത്തൂടെ ഇറങ്ങി നമുക്ക് ഓരോ MDF എന്ന് പറയും, ഓരോ ഇത് വെച്ചിട്ടുണ്ട്. അത് അതിന്റെ അകത്തൂടെ തന്നെയാണ് ടെലഫോൺ, ഇലക്ട്രിസിറ്റി, വാട്ടർ, വേസ്റ്റ്, നമ്മുടെ വലിയ എന്ന് പറയും, അതായത് ഇതില്ലേ നമ്മുടെ വേസ്റ്റ് ടാങ്ക് മീൻസ് സീവേജ് ഇത് ഇത്രയും ഐറ്റം ഇതെല്ലാം ഇതിന്റെ അകത്തൂടെ പോകുന്നത്. ആർക്കും ഒരു ശല്യം ഇവിടെ 10 ഉണ്ടെങ്കിൽ 10-നും 10 ഇവിടുത്തെ. ഇനി ഏറ്റവും ഷെയിമായിട്ട് തോന്നുന്നൊരു സംഭവം ആണ്, ഈ പഞ്ചായത്ത് ഇങ്ങനെ ഫണ്ട് എന്തിനും വെക്കുന്നു. ഇതിപ്പോ ആ 20 മീറ്റർ അവിടെ 40 മീറ്ററില്ല, 40 മീറ്റർ പറഞ്ഞിട്ട് 20 മീറ്റർ പോലും വർക്ക് ചെയ്തിട്ടില്ല. ആ 20 മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ്. എത്ര ദിവസം ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടും. ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ റോഡ് ഇത് തുടക്കുന്ന ഇരുപുചിറ ജംഗ്ഷൻ അവിടം തൊട്ട് ഒന്ന് കൺട്രാമിറ്റ് അല്ലെങ്കിൽ ഈ റോഡിനൊരു വ്യക്തത ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് എല്ലാരെയും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പുറത്തോട്ട് മാറ്റി ഇത് നിങ്ങൾ ഇത് ന്യൂസ് ആക്കണം. ഇത് ഭയങ്കരമായിട്ട് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാപരിപാടിയായിട്ട് ഇവർക്ക് ഫണ്ട് ഇങ്ങനെ കുറേശ്ശെ എന്നാൽ എന്താ ആകെ 20 വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപയാണ് മുടക്കുന്നത്. നേരെ മറിച്ച് ഒറ്റ ഈ ഫുൾ റോഡ് പണിയാണ് എത്രയാ ഇതിപ്പോ നാട്ടുകാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് റോഡ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാണുന്ന ഈ റോഡ് വെട്ടിപ്പൊളിക്കുന്ന അതാണ് ഇവിടുത്തെ കലാപരിപാടി. അതാണ് ഇതന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ നമ്മളെ ഇപ്പൊ ഏത് പാർട്ടിയാണ്, ഞാനിപ്പോ ഒരു രാഷ്ട്രീയമല്ല, ഇതിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ തുറന്നു പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയമല്ല. പക്ഷെ ആ ചെയ്യുന്ന സംവിധാനം എന്ന് പറയുന്നത് ഈ സിസ്റ്റം തെറ്റാണ്. അത് ശരിയാ, തീർച്ചയായിട്ടും. ഈ റോഡ് ചെയ്യുകയാണെങ്കിൽ ഈ റോഡിന്റെ ഫുൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ അതിന്റെ എൻഡ് പോയിന്റ് വരെ ഒന്നിച്ച് ചെയ്യുകയാണ്. ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ഒരു മറ്റേ ഇന്റർനെറ്റിന്റെ ഇത് വരും. അന്നേരം തന്നെ ചെയ്യുന്നതന്നെ. ഇതിനിപ്പുറത്തോട്ട് ഇനി ഇപ്പൊ അടുത്ത മെയിൻ്റെനൻസ് വരുന്നത് ഇവിടുന്ന് വീണ്ടും 10 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ വരും. ഈ 20 മീറ്റർ വെച്ചുകൊണ്ട് നാട്ടുകാർക്ക് എന്താ പറയാനും. അതെന്ത് പദ്ധതിയാണ്, ഇതെന്നെ പദ്ധതി. പഞ്ചായത്തിൽ ഏതോ ഒരു പദ്ധതിയുടെ ഭാഗമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഫണ്ട് വെക്കുന്നത്. അതൊരു വളരെ ഷെയിമാണ്. കാരണം സമൂഹത്തിന് വേണമെങ്കിൽ, സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ ഈ റോഡ് ഫുള്ള് ഒന്നിച്ച് ചെയ്താൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇത് ബോധമുള്ളവരെല്ലാം തലപ്പത്തുണ്ടല്ലോ ഇത് പറ്റത്തുള്ളൂ, അല്ല പറ്റത്തില്ലല്ലോ. ഇത് ഞാൻ ഈ കാര്യത്തോട് ഞാൻ 100% പിന്നെ തീർച്ചയായും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതികരിക്കാൻ. പിന്നെ അതല്ല എല്ലായിടത്തും തന്നെയാണ് ജനങ്ങൾ ഇതുപോലെ പൊറുതിമുട്ടി. തെരുതര വഴി പൊട്ടിക്കുകയും ഇതുപോലെ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. പിന്നെ സമൂഹത്തിന്റെ ആവശ്യമാണ്. സമൂഹത്തിന് നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇതിപ്പോ ഈ ഒരു പരാതി കുട്ടികളുടെ പരാതി കൊടുത്തോണ്ട് നാട്ടുകാർ എന്തുമാത്രം ഓരോ സ്ഥലത്ത് ഇതുപോലെ പരാതി അതങ്ങനെ കുട്ടികളുടെ പരാതി അല്ല, അതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇടപെട്ടു. പിന്നെ അതെ അതാണ്. പക്ഷെ മണ്ണ് മാറ്റിക്കൊണ്ടായില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയും 10% പോലും ബെനിഫിറ്റ് ആയിട്ടില്ല. ഇത് ജസ്റ്റ് ചെയ്തേക്കുന്നതന്നെ മണ്ണ് മാറ്റി. ഇനി ഈ മണ്ണിന്റെ അകത്തു നിന്നുള്ള പൊടിപടലങ്ങൾ 25-ാം തീയതിക്ക് മുമ്പ് വഴി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ. അങ്ങനെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അച്ഛനെ വിളിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. 25-ാം തീയതിക്കുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് തീർക്കുവോ എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒത്തിരി പുറകോട്ടാണ്. അതെ തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്ലാൻഡ് ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയ ഫണ്ട് വരുന്നു, ആ ഫണ്ടിന് ചെയ്യുന്ന തന്നെയാണ്. അത്യാവശ്യം 50 മീറ്റർ ചെയ്തു,
അല്ലെ 100 മീറ്റർ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഫണ്ട് കൊടുക്കും. അതെ അതെ, അത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം. പിന്നെ അതെ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മളുടെ പണം, നമ്മളുടെ പൊതുജനത്തിൻ്റെ പണം, അത് ഏത് രാഷ്ട്രീയമാണേലും ഏത് പാർട്ടിയാണേലും ചെയ്യുന്നത് ആ ഒരു സംവിധാനം മാറണം. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളിലൊക്കെ ഒത്തിരി പ്രീ പ്ലാൻഡാണ്. ഒന്നുമല്ലാതെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഭൂട്ടാനായിരുന്നു. ഭൂട്ടാനിൽ പോലും ഇന്ത്യ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് അവർ ആ രാജ്യം നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയുടെ സേഫ്റ്റിക്ക് വേണ്ടി ചൈനയായിട്ടുള്ള ഇതിൽ ഇന്ത്യയുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാണ്. പക്ഷെ അവിടെ പോലും അത്രയും പ്ലാൻഡ്, അവർക്ക് ഒരു 500 കോടി ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഓരോ പ്രാവശ്യം ബഡ്ജറ്റിൽ കൊടുത്താൽ ആ 500 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ആയിട്ടും അത് സമൂഹത്തിന് അല്ലെ ആ നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രൊജക്ട് പ്ലാൻ വരും. പക്ഷെ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ കോടിക്കണക്കിന് കാശ് നമ്മളുടെയും പിരിച്ചെടുക്കുന്നു. അത് വെറും എന്നാ പറയുന്നത്, വെറുതെ നശിപ്പിക്കാന്ന് മാത്രമേ. അതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധം. തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം. 25-ാം തീയതിക്കുള്ളിൽ വഴി പണി തീർക്കണമെന്നാണ് കളക്ടർ ഓർഡർ ഇട്ടിരിക്കുന്നത്. ബാക്കി ഇവിടുത്തെ അധികാരികൾ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.